നാഭാഗതനയനായ അംബരീഷൻ മഹാഭക്തിമാനും ദയാലുവും രാജ്യാധികാരങ്ങളെ ഭ്രമിക്കാത്തവനുമായ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തി സംപ്രീതനായ വിഷ്ണു തൻ്റെ സുദർശന ചക്രം അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം എന്ന അധികാരവും കൊടുത്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അംബരീഷൻ ഏകാദശി വ്രതം കുറേ നാളത്തേക്ക് ആചരിക്കാൻ തീരുമാനിച്ചു. ഇത് കണ്ട ഇന്ദ്രൻ വിചാരിച്ചു, ഇത് തൻ്റെ ഇന്ദ്രത്വം കൈയടക്കാനുള്ള വ്രതമാണ്, ഇത് മുടക്കണം. അതിനായി ദുർവാസാവിനെ സമീപിക്കുകയും അദ്ദേഹം സഹായിക്കുക എന്ന് വാക്കുകൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദുർവാസാവ് കൊട്ടാരത്തിൽ ചെല്ലുന്നു. അംബരീഷൻ അദ്ദേഹത്തെ ആദരിച്ച് ഇരുത്തുന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പോയി കുളിച്ചിട്ട് വന്നാലും അങ്ങേക്ക് ഭക്ഷണം തന്നിട്ട് വേണം ദ്വാദശി കഴിയും മുമ്പേ എനിക്കും കഴിക്കാൻ. ഇത് കേട്ട് മുനി കുളിക്കാനായി പോവുകയും മനഃപൂർവ്വം ദ്വാദശി കഴിയുന്നതുവരെ കുളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അംബരീഷൻ അവിടെയുള്ള പണ്ഡിതന്മാരോട് ആലോചിച്ചിട്ട് വെള്ളം ഭക്ഷണം എന്ന രീതിയിൽ ദ്വാദശിക്ക് മുമ്പ് വ്രതം മുടങ്ങാതിരിക്കാൻ കഴിക്കുന്നു. ജ്ഞാനദൃഷ്ട്യാ ഇതറിഞ്ഞ ദുർവാസാവ്, നീ കഴിച്ച ഉച്ഛിഷ്ടമാണോ എനിക്ക് തരുന്നത് എന്ന് ആക്രോശിക്കുകയും ഇന്ന് നിന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് ഒരു ജഡ പറിച്ചെറിഞ്ഞ് അതിൽ നിന്നും ഒരു കൃത്യയെ രാജാവിൻ്റെ നേരെ അയക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് രാജാവ് സുദർശന ചക്രത്തെ സ്മരിക്കുകയും കൃത്യയുടെ കണ്ടം മുറിച്ചതിന് ശേഷം ചക്രം ദുർവാസാവിന് നേരെ അടുക്കുകയും ചെയ്യുന്നു. ദുർവാസാവ് ഓടി ദേവേന്ദ്രൻ്റെ അടുക്കൽ ചെന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭഗവാന്റെ ചക്രത്തെ എനിക്ക് തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കേട്ട് ബ്രഹ്മാവിൻ്റെ അടുക്കലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്താൽ ശിവൻ്റെ അടുക്കലും അത് കഴിഞ്ഞ് വിഷ്ണുവിൻ്റെ അടുക്കലും ചെല്ലുന്നു. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഇത് വിട്ടവന് മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് അംബരീഷിനോട് പോയി പറയൂ. പെട്ടെന്ന് ദുർവാസാവ് ഓടി അംബരീഷിൻ്റെ കാൽക്കൽ വീഴുകയും ദേവേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്നറിയുകയും ചെയ്യുന്നു. ഭക്തനായ അംബരീഷൻ ചക്രത്തെ ഭഗവാനെന്ന് കണ്ട് സ്തുതിക്കുകയും ഇത് എന്നിലടങ്ങി നിൽക്കണം എന്നും അപേക്ഷിക്കുന്നു. അതോടുകൂടി അംബരീഷിൻ്റെ നെറ്റിത്തടത്തിൽ ചക്രം ലയിക്കുന്നു. പിന്നീട് രാജാവ് മുനിയെ പൂജിച്ച് സൽക്കരിക്കുന്നു. ഇങ്ങനെയുള്ള അംബരീഷ കഥ നിത്യവും കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുന്നതിന് ഭക്തിയും ഭഗവത് പ്രസാദവും ഉണ്ടാകുന്നു.